റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ എനിക്ക് റസൂലിന്റെ പേര് പോലും ഉച്ചരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ആകെ നിരാശപ്പെട്ടു. അവസാനം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധം അവരിലേക്ക് ആഞ്ഞടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് അനുഭവപ്പെടുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അവരെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഏക സ്വരത്തിൽ പറഞ്ഞു, ബിലാൽ തങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി നീ ബാങ്ക് വിളിക്കണം, നിങ്ങൾ ബാങ്ക് വിളിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ബാങ്ക് വിളിക്കാതിരിക്കുക? മദീനയിൽ ചെന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അതാ ബാങ്ക് വിളിക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി അവിടെ വീഴുകയും ചെയ്യുന്നു. ഇതൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ വരവേൽക്കാനിരിക്കുകയാണ് ലോക വിശ്വാസികൾ മുഴുവനും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹുകളും മൗലിദുകളും എല്ലാം സംഘടിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു കാലമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുണ്ടക്കയം ഇർഷാദിയ അക്കാദമി അവിടുത്തെ പല പദ്ധതികളിൽ നിന്ന് പ്രഭാഷണ പരമ്പരയിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാപനത്തെയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അല്ലാഹു വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് ഉയർത്തുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആരായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്. ഇവിടെ ഒരു വിശ്വാസിയെയോ ഒരു സമുദായത്തെയോ മാത്രം അല്ലാഹു പറഞ്ഞിട്ടില്ല. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാത്ത വസ്തുക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് മൃഗങ്ങൾക്കാകട്ടെ സസ്യങ്ങൾക്കാകട്ടെ മനുഷ്യർക്കാകട്ടെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു എന്നുള്ളത് അവിടുത്തെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് സസ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമായിരുന്നു എന്നുള്ളതും, മൃഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുമായിരുന്നു എന്നുള്ളതും, അവിടുത്തോട് പരാതികൾ പറഞ്ഞിരുന്നു എന്നുള്ളതും ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. മനുഷ്യരാകട്ടെ സ്വഹാബത്ത് കിറാമാകട്ടെ താബിഈങ്ങളാകട്ടെ അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചതിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ചരിത്രങ്ങളിലൂടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായ സമയത്ത് സ്വഹാബത്ത് കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത മദീനയിൽ ഇനി ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീന വിട്ട് യാത്ര പോയ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ യാത്രക്ക് ഉപയോഗിച്ചിരുന്ന ഖസ്വ എന്നുള്ള ഒട്ടകം ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഭക്ഷണം കഴിക്കാതെ മരണപ്പെട്ട ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത മദീനയിൽ ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറാനിലെ ഒരു കുഗ്രാമത്തിലേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നുണ്ട്. അവിടെ എത്തി അവിടുത്തെ രാജാവിനെ കാണുകയും രാജാവ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വേണ്ട സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒരുപാട് വർഷക്കാലം ഏകദേശം 60 വയസ്സ് കാലത്തോളം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഇറാനിലെ ഒരു കുഗ്രാമത്തിൽ താമസിക്കുകയും ഒരു ദിവസം രാത്രിയിൽ ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ ബിലാലെ, നിനക്ക് എന്നോട് പിണക്കമാണോ? നിനക്ക് മദീനക്കാരെ വേണ്ടേ? നിനക്ക് നിന്റെ സമുദായക്കാരെ നിനക്ക് വേണ്ടേ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് നെട്ടിയെണീറ്റ് പിറ്റേ ദിവസം സുബഹിക്ക് ശേഷം തന്നെ, അല്ലെങ്കിൽ സുബഹിയുടെ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിൽ എത്തുകയും അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളോട് പൊട്ടിക്കരഞ്ഞ് സലാം പറയുകയും ദുആ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഖുലഫാഉ റാഷിദീങ്ങളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിവരെ സന്ദർശിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും ചെയ്തു. അവരൊക്കെ ഏക സ്വരത്തിൽ പറഞ്ഞു, ബിലാലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണശേഷം ഇവിടെ ഒരു ബാങ്ക് വിളി നിന്റെ സ്വരത്തിൽ ഇവിടെ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് നീ ഇന്ന് ഒന്ന് പോയി ബാങ്ക് വിളിക്കണം. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ എനിക്ക് റസൂലിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ആകെ നിരാശപ്പെട്ടു. അവസാനം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധം അവരിലേക്ക് ആഞ്ഞടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് അനുഭവപ്പെടുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അവരെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഏക സ്വരത്തിൽ പറഞ്ഞു, ബിലാൽ തങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി നീ ബാങ്ക് വിളിക്കണം, നിങ്ങൾ ബാങ്ക് വിളിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ബാങ്ക് വിളിക്കാതിരിക്കുക? മദീനയിൽ ചെന്ന് റൗള ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അതാ ബാങ്ക് വിളിക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി അവിടെ വീഴുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രങ്ങളിലൂടെ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉച്ചരിക്കാൻ വരെ പേടിയുള്ള, അല്ലെങ്കിൽ ഉച്ചരിക്കാൻ കഴിയാത്ത സമൂഹമായിരുന്ന സ്വഹാബത്ത് കിറാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്ന ചരിത്രം വളരെ വേദനകളും പീഡനങ്ങളും സഹിച്ചതായിരുന്നു. അവിടുത്തെ യജമാനൻ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ വിവസ്ത്രനായി കിടത്തിക്കൊണ്ട് പാറക്കല്ല് നെഞ്ചിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി ആക്രമിച്ചിരുന്നു ഇസ്ലാം സ്വീകരിച്ച ഒറ്റ കാരണത്താൽ. ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ച് മവദ്ദത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടം വെച്ചിരുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിൻ്റെ ഒരു ഉപദേശത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവർ അയ്യുൽ വലദ് എന്ന കിതാബിലൂടെ വളരെ വ്യക്തമായി ഒരുപാട് ഉപദേശങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ നൽകുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, മയ്യത്തുൻ, മോനെ, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് ജീവിക്കാം, പക്ഷേ ഫഇന്നക മയ്യത്തുൻ, മരണം നിനക്ക് വരാനുണ്ട് എന്നുള്ള ചിന്തയിൽ നീ വേണം ജീവിക്കാൻ. അടുത്തതായി പറയുന്നു, വഹബ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു, മോനെ, നീ ആരെ വേണമെങ്കിലും നീ ഇഷ്ടം വെച്ചോ, നമുക്ക് പരിചയമുള്ള, നമ്മളെ അറിയാത്ത, നമുക്ക് ഉപകാരമില്ലാത്ത ആരെ വേണമെങ്കിലും നമ്മൾക്ക് ഇഷ്ടം വെക്കാം. ഫഇന്നക മുഫാരിഖുഹു, പക്ഷേ അവരെ വിട്ട് ഒരു ദിവസം നമ്മൾ പോകേണ്ടി വരും എന്നുള്ള ചിന്തയിൽ വേണം നിനക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടം വെക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമുക്ക് നാളേക്കും ഇന്നേക്കും ഉപകരിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞൊരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഇഷ്ടം വെക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഈ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് അതിലേക്ക് നമ്മൾ തയ്യാറായി നിൽക്കണം.
ആ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കരസ്ഥമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് ഉണ്ടാകണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് ഖുലഫാഉ റാഷിദീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വലിൽ നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും സ്വലാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.